നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഹജ്ജ് സ്വകാര്യ കോട്ട വെട്ടിക്കുറച്ചതോടെ സംസ്ഥാനത്ത് 10,000-ഓളം തീർത്ഥാടകർ ആശങ്കയിലാണ്. പ്രധാനമന്ത്രി ഈ മാസം 22-ന് നടത്തുന്ന സൗദി സന്ദർശനത്തിലാണ് ഇനി തീർത്ഥാടകരുടെ പ്രതീക്ഷ. ഹജ്ജ് പോർട്ടൽ തുറക്കാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്നുള്ള എത്ര പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. അള്ളാഹുവിന്റെ അതിഥിയായി പുണ്യനാട്ടിലേക്ക് പോകാൻ ആസിയ മനസ്സും ശരീരവും എന്നേ പാകപ്പെടുത്തിയതാണ്. 10 വർഷത്തെ കാത്തിരിപ്പ്. ഉറുമ്പ് ധാന്യങ്ങൾ ശേഖരിക്കുന്നത് പോലെ ഓരോ ചെറിയ തുകയും ശേഖരിച്ച് ശ്രേഷ്ഠമായ ഹജ്ജ് കർമ്മത്തിന് പോകാൻ ഇപ്രാവശ്യം തയ്യാറെടുത്തു. ജീവിതത്തിൽ തനിച്ചാണ് ആസിയ. ഒരാഗ്രഹമേയുള്ളൂ, ഒരിക്കലെങ്കിലും പുണ്യകർമ്മത്തിന്റെ ഭാഗമാകണം. എല്ലാവരും ഇത് 10-12 കൊല്ലമായിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുക, പൂതിയുള്ള സാധനങ്ങളൊന്നും കൊടുന്ന് തിന്നാതെ ബുദ്ധിമുട്ടിക്കാനാണ് ഈ പൈസ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ ഞാൻ പറഞ്ഞുകൊടു മെഹ്താക്കാനോട് ഇതിനെ പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തിലാണ്. 2-3 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ടെൻഷൻ കേട്ടതിൻ്റെ ഇത്രയും പോകാനുള്ള സാധനങ്ങൾ മുഴുവൻ ഒരുക്കിക്കണം. അപ്പോൾ ഈ പോകാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ടെൻഷനിലാണ്. സംസ്ഥാനത്ത് നിന്ന് 10,000-ഓളം തീർത്ഥാടകരാണ് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ മുഖേന അപേക്ഷിച്ചിരുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് അനുവദിച്ചിരുന്ന 52,000-ഓളം സീറ്റുകളാണ് സൗദി മരവിപ്പിച്ചത്. ഹജ്ജ് പോർട്ടൽ തുറക്കാൻ തീരുമാനമായിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നിന്നുള്ള എത്ര പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. സൗദി രാജാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രതീക്ഷയെന്ന് ഇന്ത്യൻ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് അസോസിയേഷൻ പ്രതിനിധി MP മുഹമ്മദ് പറഞ്ഞു. പ്രധാനമന്ത്രി 22-ാം തീയതി സൗദി അറേബ്യയിൽ പോകുന്നുണ്ട്. ഇനി ഞങ്ങളെ പ്രതീക്ഷ അതിൽ മാത്രമാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരേണ്ട അവസ്ഥയല്ല. പണം ഹാജിമാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളാണ് വാങ്ങിച്ചത്. ഈ ഹാജിമാർ ഞങ്ങളെ വീട്ടിലാണെന്ന് ചോദിക്കുക, ഞങ്ങളെ ഹജ്ജിന് കൊണ്ടുപോകാൻ നിങ്ങളെന്താണ് ഞങ്ങളെ ഹജ്ജിന് കൊണ്ടുപോകാത്തതെന്ന് ഞങ്ങളോടാണ് ചോദിക്കുക. ഞങ്ങൾ നിസ്സഹായകരാണ്. ആസിയയെ പോലെ ജീവിതാഭിലാഷം നിറവേറാൻ കാത്തിരിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. പരമകാരുണ്യവാൻ കൈവിടില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. അർഷക്കിനൊപ്പം വിപിൻ C വിജയൻ, 24 മലപ്പുറം. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണകൾ ഉണർത്തി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ന്യൂസിലാൻഡ് ഹാമിൽട്ടൺ സെയിന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷയിൽ വികാരി ഫാദർ അബിൻ മണക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളിയിൽ ശ്ലീബ പ്രദക്ഷിണവും ഖബറടക്ക ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ക്രിസ്തുവിന്റെ പീഡസഹനത്തിന്റെ ഓർമ്മ പുതുക്കി ഗൾഫ് നാടുകളിലും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. പുലർച്ചെ മുതൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളുമായി UAE-യിലെ ദേവാലയങ്ങൾ സജീവമായിരുന്നു. അബുദാബി സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മുഖ്യ കാർമ്മികനായിരുന്നു. ഇടവക വികാരി ഫാദർ ഗീവർഗീസ് മാത്യു, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു ജോൺ എന്നിവർ നേതൃത്വം നൽകി. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും പ്രദക്ഷിണങ്ങളും നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഓരോ ദേവാലയങ്ങളിലും എത്തിയിരുന്നത്. ഒമാൻ മാർത്തോമ ഇടവകയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് സഭയുടെ മുംബൈ ഭദ്രാസന അധ്യക്ഷൻ റൈറ്റ് റവറൻഡ് PD ഡോക്ടർ ജോസഫ് മാർ ഇവോനിയോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായി. പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളികളിൽ കുരിശിന്റെ വഴിയുടെ അനുസ്മരണവുമായി പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 24 ദുബായ്. കുവൈറ്റിലെ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ആയിരക്കണക്കിന് പേരാണ് വിവിധ മേഖലകളിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകളിൽ പങ്കാളികളായത്.
മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിനായി ക്രിസ്തു കുരിശുമരണം വരിച്ചതിന്റെ സ്മരണ പുതുക്കി കുവൈറ്റിലെ ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ഭക്തിപൂർണമായി ആചരിച്ചു. വിവിധ സഭകളുടെ നേതൃത്വത്തിൽ കുവൈറ്റിലെ വിവിധ മേഖലകളിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത്. സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ അബ്ബാസിയയിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷയ്ക്ക് വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ മാത്യു തോമസ്, ഫാദർ ഗീവർഗീസ് ജോൺ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. 7 മണിക്കൂറിലധികം നീണ്ട ശുശ്രൂഷകൾക്ക് ശേഷം നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. സെന്റ് ജോർജ് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് റീച്ച് പള്ളി അബ്ബാസിയയുടെ നേതൃത്വത്തിൽ നടന്ന ശുശ്രൂഷയ്ക്ക് കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മോർ ഐറേനിയോസ് മെത്രോപോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സ്റ്റീഫൻ നെടുവക്കാട്ട്, ഫാദർ അരുൺ ബോസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. അഹമ്മദി സെന്റ് തോമസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ നടന്ന ശുശ്രൂഷയ്ക്ക് ഇടവക വികാരി ഫാദർ എബ്രഹാം PJ, ഫാദർ ജോമോൻ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. കുരിശിന്റെ വഴിയിലും ശുശ്രൂഷകളിലും ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ സ്മരിച്ച് ഭക്തിയോടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ജലിൻ ത്രിപ്രയാർ, 24 കുവൈറ്റ്. ജിദ്ദയിൽ ചെങ്കടലിനടിയിലെ മനോഹരമായ കാഴ്ചകളിലേക്കാണ് ഇനി നാം പോകുന്നത്. സ്കൂബ ഡൈവിങ്ങിന് ലോകത്തെ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണിവിടം. ആയിരക്കണക്കിന് മത്സ്യവിഭവങ്ങളും കോറൽ റീഫുകളുമൊക്കെയായാണ് ഡൈവർമാരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ. മലയാളികൾ ഉൾപ്പെടെയുള്ള പരിശീലകരോടൊപ്പം ആർക്കും ഇവിടെ ഡൈവ് ചെയ്യാം. ജിദ്ദയിലെ ഒബൂർ ബീച്ചിൽ നിന്നും കടലിലേക്ക് 1 മണിക്കൂറിലധികം ബോട്ടിൽ യാത്ര ചെയ്താൽ ഇതാ ഇവിടെ എത്തും. ലോകത്ത് സ്കൂബ ഡൈവിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്ന്. ലോകത്തെ ഏറ്റവും മനോഹരമായ കടൽ കാഴ്ചകളിലൊന്നാണ് ജിദ്ദയിലുള്ളത്. കടലിനടിയിലെ ആ കാഴ്ചകൾ കണ്ടുവരാം. മനോഹരമായ കോറൽ റീഫുകളും 1200ഓളം ഇനം മത്സ്യങ്ങളും ജൈവ വൈവിധ്യങ്ങളുമെല്ലാം ചെങ്കടലിലെ അപൂർവ കാഴ്ചകളാണ്. ഷാർക്കുകളും കടലാമകളും ഡോൾഫിനുകളുമൊക്കെ ചെങ്കടലിൽ അനശ്യൂതം നീന്തി കളിക്കുമ്പോൾ നമുക്കും അതിലൊന്നാകാം. നല്ലൊരു ഡൈവിംഗ് പരിശീലകൻ കൂടെയുണ്ടെങ്കിൽ നീന്തൽ പോലും അറിയണമെന്നില്ല. 10 വയസ്സിന് മുകളിലുള്ള ആർക്കും ഡൈവ് ചെയ്യാം. പരിശീലനത്തിനും സഹായത്തിനുമെല്ലാം ഡൈവിംഗ് വിദഗ്ധരായ 3 മലയാളി സഹോദരങ്ങളുണ്ട് ഇവിടെ. കൊണ്ടോട്ടി ആൽപ്പറമ്പ് സ്വദേശികളായ യാസിർ, റാഫിദ്, റാഷിദ് എന്നിവർ. 1200-ലധികം മീനുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ 200-ലധികം റെഡ് സീൽ മാത്രം കാണപ്പെടുന്ന മീനുകളുണ്ട്. പിന്നെ അതേപോലെ ഡോൾഫിനുകൾ, ആമകൾ, അതേപോലെ തന്നെ ഷാർക്കുകൾ. മലയാളികൾ പണ്ടേ കുറവായിരുന്നു, പക്ഷെ ഇപ്പോൾ അവർ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്കൂബ ഡൈവിങ്ങിന്റെ ഫീൽഡിലേക്ക്. കാരണം അവർക്ക് ഇത് എക്സ്പോസ് ചെയ്യാനും കണ്ടിട്ട് മറ്റുള്ളവരെ അറിയിച്ചിട്ട് അങ്ങനെയാണ് പിന്നീടും ആളുകൾ വരുന്നത്. ഡൈവിംഗ് പരിശീലനം നൽകാൻ സൗദി വാട്ടർ സ്പോർട്സ് ആൻഡ് ഡൈവിംഗ് ഫെഡറേഷന്റെ ലൈസൻസ് ഉള്ള ഏക ഇന്ത്യക്കാരനാണ് റാഷിദ്. ഇത് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് 6 ദിവസം കൊണ്ട്, ഇനി അഥവാ സ്വിമ്മിംഗ് അറിയാത്ത ആൾക്കാർക്ക് ഒരു 7-8 ദിവസം കൊണ്ട് സ്വിമ്മിംഗ് വരെ ട്രെയിനിങ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ലൈസൻസ് ലോകത്തെ എവിടെയും നിങ്ങൾക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്ന ലൈസൻസ് വരെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പാടി ഓപ്പൺ വാട്ടർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് ലോകത്തെ എവിടെയും 18 മീറ്റർ ഒരു ബഡിയുടെ കൂടെ സേഫായിട്ട് എങ്ങനെ ഡൈവ് ചെയ്യാന്നുള്ളതാണ് ഈ ഓപ്പൺ വാട്ടർ ഡൈവ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 20 മുതൽ 30 വരെ ഡിഗ്രി സെൽഷ്യസ് താപനില അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ഏത് സീസണിലും ചെങ്കടലിൽ ഡൈവ് ചെയ്യാം. ജിദ്ദയിൽ കപ്പലുകൾ മുങ്ങിക്കിടക്കുന്ന കേബിൾ റിഗ്, അന്നൻ റിഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡൈവ് ചെയ്യാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിരവധി പേരെത്തുന്നുണ്ട്. ഷാം ഒബൂർ, ദാബാൻ, ബയാദ ദ്വീപ് തുടങ്ങി പല ഏരിയകളും ജിദ്ദയിൽ ഡൈവിങ്ങിന് അനുയോജ്യമായ സ്ഥലങ്ങളാണ്. 1ഉം 2ഉമല്ല, ജിദ്ദയിലെ ചെങ്കടലിൽ ഇത്തരം നിരവധി സ്ഥലങ്ങളുണ്ട്. ഇത് അനാവരണം ചെയ്യാനായി നിരവധി സന്ദർശകരെത്തുന്നുണ്ട്. ജിദ്ദയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ജിദ്ദയിലെ മലയാളികൾക്ക് ആവേശമായി രാഗതാളലയം സംഗീത പരിപാടി. മ്യൂസിക്കൽ റെയിനിന്റെ ബാനറിൽ ഹസൻ കൊണ്ടോട്ടിയും യൂസഫ് കോട്ടയും ചേർന്നാണ് പരിപാടി അവതരിപ്പിച്ചത്. പഴയതും പുതിയതുമായ മെലഡി ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പരിപാടിയിൽ ജിദ്ദയിലെ പ്രമുഖ ഗായകർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. കബീർ കൊണ്ടോട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ വിവിധ മേഖലകളിലെ പ്രമുഖർ സംസാരിച്ചു.
സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഇന്ത്യൻ സമൂഹത്തിനായി സൗദിയിലെ ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സംഘടിപ്പിച്ചു വരുന്ന ഇന്ത്യൻ മേളയിൽ പഞ്ചാബി ഡാൻസ് അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ദമാമിലെ ഒരു കൂട്ടം മലയാളി നൃത്ത വിദ്യാർത്ഥികൾ. പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പരിപാടിയിൽ അൽഖോബാറിൽ നടന്നുവരുന്ന ആഘോഷമേളയിൽ വിവിധ രാജ്യക്കാരായ നിരവധി പേരാണ് എത്തുന്നത്. സുബൈറുദ്ദീനൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇസ്കാൻ പാർക്കിലാണുള്ളത്. പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ഇന്ത്യൻ മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾക്ക് വേണ്ടി പറയേണ്ടി വരും. കാരണം ആ ഒരു ഇന്ത്യൻ ആഘോഷമേളയിൽ ഇവിടുത്തെ ദമാമിലെ ദേവിക കലാക്ഷേത്രത്തിലെ കുട്ടികളാണ് ഇവിടെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടി അവതരിപ്പിച്ചത്. ഇത് ഈ വ്യത്യസ്തത എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചാബി ഡാൻസാണ്. ഈ പഞ്ചാബി ഡാൻസ് അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളികൾ എന്നുള്ളതാണ്. കാരണം ഇവിടെ അങ്ങനെ ഒരു പഞ്ചാബി ഡാൻസ് വരികയും അർജൻറ്റായിട്ട് വേണമെന്നൊരു എൻക്വയറി വരികയും നമ്മുടെ ഈ പറഞ്ഞതുപോലെ അല്ലേ ടീച്ചറുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ അത് പഠിച്ചെടുത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അല്ലേ ടീച്ചർ എന്താ പറയാനുള്ളത്? ദമാമില് നമ്മൾ ഇത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, കാണുന്നത്. റിയാസ് സീസൺ നമ്മളെപ്പോഴും കാണാറുണ്ട്. ഇവിടെ ഇങ്ങനെ വരണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരെയും നമ്മളെ വിളിക്കുകയും ചെയ്തപ്പോൾ നമ്മൾക്ക് ഒത്തിരി സന്തോഷമായി. നമ്മള് പെട്ടെന്ന് ഷോർട്ട് ടൈം ആയിരുന്നു അവർ തന്നിട്ടുള്ളത്. ഒരു 4-5 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മൾ ഭയങ്കര സെറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങളൊക്കെ ഈ ഒരുപാട് വ്യത്യസ്ത ഡാൻസുകൾ അല്ലേ അവതരിപ്പിച്ചവരാണ്. ഈ ഒരു പെട്ടെന്നൊരു ഒരു പഞ്ചാബി സ്റ്റൈലിലേക്ക് മാറുമ്പോൾ ഒന്ന് വിഷമം തോന്നിയോ? അപ്പൊ ഒരു പഞ്ചാബി സ്റ്റൈലിൽ ഡാൻസ് കൂടി കളിക്കുമ്പോൾ എന്ത് തോന്നി, മനസ്സിൽ എന്തൊക്കെ തോന്നി? ഇപ്പൊ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. എന്തായാലും സന്തോഷം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ കളിച്ചപ്പം ഞങ്ങൾ കളിക്കുന്ന സാധാ ഫോമിനെക്കാളും നല്ലൊരു ഡിഫറൻസ് ഞങ്ങൾക്ക് തോന്നി. അതേപോലെ നല്ലായിരുന്നു. അതുപോലെ തന്നെ ദേവിക കലാക്ഷേത്രത്തിലെ നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി വേദികളിൽ ഇതേപോലെ വ്യത്യസ്ത ഡാൻസുകൾ അവതരിപ്പിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്ന് പറഞ്ഞാൽ അതുപോലുള്ളൊരു വേദിയല്ല. ഇത് സൗദി ഗവൺമെന്റ് ജിയുടെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗികമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ ഇവിടെ വന്നല്ലേ. അപ്പൊ എന്ത് തോന്നി? സന്തോഷമായോ? സന്തോഷം. പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതൊക്കെ. ഞാൻ പഞ്ചാബി ഡാൻസ് മുമ്പ് കളിച്ചിട്ടില്ല. ഇത് കളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതല്ല, കൊറേ ഡാൻസ് ഫോംസ് കളിച്ച് ഓരോരോ പുതിയ പുതിയ ഡാൻസ് ഫോംസ് പഠിക്കുമ്പോ നമ്മുടെ അറിവ് കൂടുതൽ കൂടി വരുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, സാധാരണ ഒരുപക്ഷെ നമ്മളെ ഇവരൊക്കെ ഇവിടുത്തെ ദമാമിൽ വ്യത്യസ്ത പരിപാടികളിൽ തന്നെ ഒരു കൂടി വന്നാൽ ഒരു 5000 അല്ലെങ്കിൽ 10,000 ആൾക്കാരുടെ ഒക്കെ വേദിയിലായിരിക്കും ഇങ്ങനെയുള്ള ഡാൻസുകളൊക്കെ അവതരിപ്പിക്കുന്നത്. ഇത് മറിച്ച് അല്ലേ ഒരുപാട് കിഴക്കൻ പ്രവിശ്യ മുഴുവനും ഒഴുകി വന്ന ഒരു വേദിയിലാണ് ഇത്രയും അല്ലേ ഒരു പഞ്ചാബി ഡാൻസ് കളിച്ചിരിക്കുന്നത്. ടീച്ചറെ എന്ത് തോന്നുന്നു ഒടുവിൽ എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോൾ? അല്ല, നമുക്കൊരു അഭിമാനം തോന്നുന്നുണ്ട്. നമുക്ക് സൗദിയിൽ നമുക്ക് ഇങ്ങനെ ശരിക്കും നമുക്ക് ആദ്യമൊന്നും ഒന്നിനും അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ കൾച്ചർ കാണിക്കാൻ ഒരു അവസരം നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ അതിൽ സന്തോഷം. പറഞ്ഞതുപോലെ തന്നെ ഈ ദേവിക കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികൾ ഒരുപാട് സ്റ്റേജുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചവരാണ്. ഇന്ത്യൻ മേളയിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചാബി ഡാൻസ് അവതരിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഈ കുട്ടികളെല്ലാം. ദമാമിൽ നിന്നും ക്യാമറമാൻ ജുനൈദിനോടൊപ്പം സുബൈറുദ്ദീനൂർ. സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറം സിൽവർ ജൂബിലി ആഘോഷ പരിപാടികൾ ആരംഭിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും കലാസാംസ്കാരിക പരിപാടികളും കൊണ്ട് സമ്പന്നമായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. The grave reality that drugs are a deadly menace capable of destroying humanity. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടണമെന്ന സന്ദേശമാണ് SKPF സിൽവർ ജൂബിലി ആഘോഷം പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ജിദ്ദയിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ സൗദി കേരള ഫാർമസിസ്റ്റ് ഫോറത്തിന്റെ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ആബിദ് പാറക്കൽ ലഹരി വിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചു. സൗദി ഇന്ത്യ ഹെൽത്ത് ഫോറം ജിദ്ദ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ അഷ്റഫ് അമീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു. And here, as a president of the Saudi Indian Healthcare Forums, I take the opportunity to invite all of us to collaborate together and to put hands in hands together to serve our community. അബീർ മെഡിക്കൽ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഹമ്മദ് ആലുങ്ങൽ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ജംഷിദ് അഹമ്മദ്, അലി മുഹമ്മദ് അലി, അഷ്റഫ് മൊയ്തീൻ, ഷറഫുദ്ദീൻ, റസാഖ്, കബീർ കൊണ്ടോട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. സിൽവർ ജൂബിലി സുവനീർ ഡോക്ടർ അഷ്റഫ് അമീർ പ്രകാശനം ചെയ്തു. ഫോറത്തിന്റെ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. യൂനിസ് മണ്ണിശ്ശേരിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ജിദ്ദയിലെ പ്രമുഖ ഗായകർ പങ്കെടുത്ത സംഗീത വിരുന്ന് ശ്രദ്ധേയമായി.
പാചകം, ചിത്രരചന, ഫുട്ബോൾ, വടംവലി തുടങ്ങിയ മത്സരങ്ങളും ഉണ്ടായിരുന്നു. ഡോക്ടർ അബൂബക്കർ സിദ്ദീഖിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഷിഹാബ് മക്ക സ്വാഗതവും സുഫൈൽ നന്ദിയും പറഞ്ഞു. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വേണ്ടി ആരോഗ്യ സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, വിവിധ മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജലീൽ കടമകലം, 24 ജിദ്ദ. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രാജ്യത്തെ ആദ്യ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി നടത്തിയ ഡോക്ടറാണ് മാത്യു സാമുവൽ കളരിക്കൽ. കരോട്ടിക് സ്റ്റെൻഡിംഗ്, കൊറോണറി സ്റ്റെൻഡിംഗ് എന്നിവയിൽ വിദഗ്ധൻ. 1948 കോട്ടയത്ത് ജനിച്ച ഡോക്ടർ മാത്യു സാമുവൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞ ശേഷം MDയും DM നേടി. പീഡിയാട്രിക് സർജറി ട്യൂട്ടറായി സേവനം ആരംഭിച്ചു. വിദേശ പഠനവും പരിശീലനവും കഴിഞ്ഞ് 1986 ചെന്നൈയിലെത്തിയ ശേഷമായിരുന്നു ആദ്യ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി നടത്തിയത്. നാഷണൽ ആൻജിയോപ്ലാസ്റ്റി രജിസ്ട്രി ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ഡോക്ടർ മാത്യു ആയിരുന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രി, മുംബൈയിലെ ലീലാവതി ഹോസ്പിറ്റൽ, ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റൽ, സൈഫി ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്കാരം 21 വൈകിട്ട് 3 മണിയോടെ കോട്ടയം മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. 24 ചെന്നൈ. ഡാൻസ് ഓഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുന്നിൽ നാളെ ഹാജരാകണം. എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തിന് പോലീസ് നോട്ടീസ് നൽകി. ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൈൻ ഹാജരാകുമെന്ന് അറിയിച്ച പിതാവ് ഇപ്പോൾ നടക്കുന്ന പോലീസ് നടപടി ഓലപ്പാമ്പ് മാത്രമെന്ന് പരിഹസിച്ചു. പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ നിന്ന് നടൻ ഷൈൻ ടോം ചാക്കോ ഓടിക്കളഞ്ഞത് എന്തിനാണെന്നതിലാണ് അന്വേഷണം. ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസും പരാതിയുമില്ല. എങ്കിലും ലഹരി പരിശോധനയ്ക്കിടെ ഓടിക്കളഞ്ഞ നടന്റെ നീക്കത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത്. നാളെ എന്തായാലും ഹാജരാകും. ആ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അവർ കൈപ്പറ്റിയിട്ടുണ്ട്. നാളെ കൈപ്പറ്റി ആർക്ക് കൊടുത്തു? ഫാദർ ഉണ്ടായിരുന്നു. അവർ ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്ന് കുടുംബത്തിന്റെ ഉറപ്പ്. അത് സ്റ്റേഷനിൽ അവർക്ക് എന്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ 3 മണിക്ക് അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരും. അത് വേദാന്ത ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയതിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസാണ് തന്നിരിക്കുന്നത്. ചോദിച്ചറിയാനാണ്. പോലീസ് കേസെടുക്കുകയോ ഒന്നും തന്നെ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുകയോ ചെയ്യാത്ത പശ്ചാത്തലത്തിൽ ഹാജരായാലും പ്രശ്നങ്ങളില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നഗരത്തിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനെ തേടിയാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയത്. നമ്മൾ വേറൊരു ഡ്രഗ് ഡീലറെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മുറി എടുത്തായിട്ട് മനസ്സിലായി. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടാകുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറി ചെന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായാലും ഒരാൾ മുറി തുറന്നു. ഇയാൾ അവിടെ നിന്ന് ചാടിപ്പോയി. നിലവിൽ ഷൈൻ തമിഴ്നാട്ടിലാണുള്ളത്. നടന്റെ മുറിയിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഷൈനെതിരെ പോലീസ് കേസെടുക്കില്ല. എക്സൈസും ഷൈനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഭിമുഖങ്ങളിൽ വന്നിരുന്ന അഴകുഴമ്പൻ സംസാരം നടത്തുന്ന ഷൈൻ ടോം ചാക്കോയുടെ സ്ഥിരം നമ്പറൊന്നും പോലീസിന് മുൻപിൽ വിലപ്പോകില്ല. എന്തിനാണ് ഓടിയതെന്നും ആരെ കാണാൻ വേണ്ടിയാണ് ഓടിയതെന്നും ലഹരി കയ്യിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് മുൻപിൽ ഷൈൻ വിശദീകരിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. SKN40 കേരള യാത്രയുടെ കണ്ണൂർ ജില്ലാ പര്യടനം അവസാനിച്ചു. ലഹരി വിപത്തിനെതിരെ നാടൊന്നാകെ 24-നൊപ്പം കൈകോർത്തതാണ് കണ്ണൂരിലെ കാഴ്ച. നാളെ കാസർഗോഡ് ജില്ലയിലാണ് പര്യടനം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച മോർണിംഗ് ഷോയിലെത്തിയത് നിരവധി അമ്മമാർ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച മദേഴ്സ് ആർമിയാണ് യാത്രയോടൊപ്പം ചേർന്നത്. പ്രകൃതി ദുരന്തത്തെ പോലെ തന്നെ പ്രളയം എല്ലാത്തിനും ഏറ്റവും ആഫ്റ്റർ എഫക്റ്റ് അമ്മമാരിലാണ്. നമ്മൾ കണ്ടു അമ്മമാർ സ്റ്റേഷനിലേക്ക് പോകുന്ന അമ്മമാർ ഈ ലഹരി കേസിൽ കുട്ടികളെ അപ്പോൾ അത്തരം അവരെ തന്നെ അവരൊപ്പം ഈ കുട്ടികളെയും കൂടെ എങ്ങനെ മാറ്റിയെടുക്കും. അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയാണ് നമുക്ക് വേണ്ടതിനി. അപ്പോൾ ആ മക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ്. മക്കൾ നല്ല നിലയിലെത്തട്ടെ. തുടർന്ന് യാത്രയെത്തിയ ധർമ്മശാലയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേർ ഒഴുകിയെത്തി. ലഹരി വിരുദ്ധ സന്ദേശമുണർത്തിയ കലാപരിപാടികളും അരങ്ങേറി.
ചെറുതാഴം സെന്ററിൽ നടന്ന പരിപാടി ലഹരി വ്യാപനത്തിനെതിരെയുള്ള താക്കീതായി. എല്ലാവരും ഈ നാട് ഒറ്റക്കെട്ടായി ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പോരടിക്കേണ്ട ഒന്നാണ് ലഹരി. ആ ലഹരിക്കെതിരായ പോരാട്ടത്തിന് 24-ഉം SKN നടത്തുന്ന പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഈ കല്യാശ്ശേരിയും അതോടൊപ്പം തന്നെ ഈ ചെറുതാഴവും ഇതിനോടകം തന്നെ അറിയിച്ചു. മാട്ടൂൽ മൻഷാ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും മതപണ്ഡിതരും യാത്രയുടെ ഭാഗമായി. വൈകിട്ട് മാട്ടൂൽ സെൻട്രൽ ബീച്ചിലെത്തിയ SKN40 സംഘത്തിനൊപ്പം ചേരാൻ ഒരു നാടൊന്നാകെ കടലോരത്തെത്തി. ലഹരി മാഫിയക്കെതിരെ ശക്തമായി പൊരുതുന്ന ധീര കൂട്ടായ്മയ്ക്കൊപ്പം ചേർന്നായിരുന്നു പരിപാടി. നൂറ് ശതമാനവും രക്തം കിരിയുന്ന ആത്മാർത്ഥതയിൽ ഞങ്ങൾ പറയുന്നു, ഈ ലഹരി മാഫിയകൾ, ഈ ലഹരി സംഘങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കും, നമ്മുടെ കുട്ടികളെ ഇല്ലാതാക്കും. നമ്മുടെ അണുകുടുംബത്തിൽ 1-2 കുഞ്ഞുങ്ങളുള്ള നമ്മുടെ കുടുംബത്തിൻ്റെ തായ് വേര് അറുത്തു വീഴ്ത്താനുള്ള ഈ ഭീകര സംഘങ്ങളെ അവൻ്റെ നാരായ വേര് പിഴുതെടുക്കുന്നത് വരെ ഈ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. പയ്യന്നൂരിലായിരുന്നു കണ്ണൂർ ജില്ലയിലെ യാത്രയുടെ സമാപനം. 24 ഏറ്റെടുത്ത സാമൂഹിക ദൗത്യത്തിൽ പയ്യന്നൂർ ജനതയും കണ്ണിചേർന്നു. SKN40 കേരള യാത്ര നാളെ കാസർഗോഡ് ജില്ലയിൽ പ്രവേശിക്കും. 24 കണ്ണൂർ. മുതിർന്ന മാധ്യമപ്രവർത്തകനും കേരള കൗമുദി എഡിറ്റോറിയൽ അഡ്വൈസറുമായ വി ശശിധരൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം. മാസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കേരള കൗമുദിയുടെ ചീഫ് ന്യൂസ് എഡിറ്റർ, അസോസിയേറ്റ് എഡിറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1982 ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെ നിരവധി അന്തർദേശീയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. നാളെ ഉച്ചയ്ക്ക് 12:30 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനം. ശേഷം 1 മണിക്ക് ശാന്തി കവാടത്തിൽ സംസ്കാരം.